എന്റെ അമ്മേ. എനിക്ക് ഇങ്ങനൊരു മകനുണ്ട് താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവിൽപ്പെടാണ്ട് എനിക്കൊരു മകനുണ്ടാവാം എന്നല്ലേ? ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വെക്കരുതെന്ന ശാസ്ത്രം. അപ്പൊ തനിക്കും എന്നെ വിശ്വാസം ഇല്ല? അല്ലെങ്കിലും എനിക്ക് ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ. നാട്ടില് മര്യാദയ്ക്ക് കഴിയുന്നത് എന്നെ ഈ ഗുരുവാലി കൊണ്ട് ചാർജ് ചെയ്ത ഒറ്റ ഒരുത്തനാ. അല്ലെങ്കിൽ ചേരി കൃഷ്ണ കൈമളുടെ ഗതിവരുമായിരുന്നു. എന്ത് പറഞ്ഞാലും തന്റെ ഒരു ചേരി കിട്ടണ കൈമള് എന്റെ കൈ തരിച്ചു പറഞ്ഞിട്ടുണ്ട്. മോങ്ങാനിരുന്ന നായയുടെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും? ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ. കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ. തേങ്ങ ആയിട്ട് ഒരു പരവനാറി ഒന്ന് വീണിട്ടുണ്ട്. അതൊന്ന്. ഇതാ ഇപ്പൊ പുതിയൊരു പ്രശ്നം. താൻ എന്റെ വക്കീലായോണ്ട് പറയാണ്, നാട് നീളെ പറന്നു നടന്ന് പാട്ടാക്കരുത്. ഇല്ല, മേനോദ്യം പറഞ്ഞോളൂ. രേവതിക്കൊരു പ്രേമം. അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണുണ്ട്. അവൻ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം. ഏതായി ചെറുക്കൻ? ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വിഷയമല്ല. ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല വെച്ചാൽ പ്രശ്നം ഗൗരവമാവും. അത് വേണം, സൂക്ഷിക്കണം. കാശുള്ള വീട്ടിലെ പെമ്പിള്ളേരെ തപ്പി കുറെ എംബോക്കികൾ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെയൊക്കെ ഉണ്ടാക്കി വിട്ട് തന്റെ കുറ്റിക്കൊന്ന് അടിക്കാൻ. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേനെ. ഇപ്പൊ വയ്യ സാർ. താൻ അടിക്കാനും പിടിക്കാനോ നിൽക്കണ്ട, ഒരാളെ അറേഞ്ച് ചെയ്തെങ്കിൽ തന്നാ മതി. ആ കാര്യം ഞാൻ ഏറ്റു. സാർ ആളെയും കാണിച്ചു കൊടുത്ത് തല്ലുകൂലിയും കൊടുത്താൽ അവനെ ശരിപ്പെടുത്തുന്ന കാര്യം ഏറ്റു. ആളാരാ? ആള് വലിയ റൗഡിയാ, നമ്മുടെ ഇടിയൻ ലംബോദരൻ. ഇവിടെ ഏതെങ്കിലും പാർട്ടിയിൽ ഒന്ന് വിളിച്ച് താമസിക്കുന്നു? ഒറ്റ ഇടിക്ക് തന്റെ മൗനവ്രതം ഞാൻ തീർത്തുകളെ. ഓഹോ, എന്താ അറിയേണ്ടത് വെച്ചാൽ ഞാൻ പറയാം. താനാരാ? കേശുള്ളെന്ന് ചോദിച്ചാൽ ഈ ലോഡ്ജിൽ എല്ലാവർക്കും അറിയാം. തനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും അറിയാമോ? അറിയാം. ഇവിടെ വശപ്പശകായിട്ട് വല്ല പാർട്ടികളും വന്ന് താമസിക്കുന്നുണ്ടോ? ഒരു പാർട്ടിയുണ്ട്, കള്ളപ്പേരില്ലാ താമസം. അത് ശരി. കണ്ടിട്ട് ഒളിച്ച് താമസിക്കുന്ന ലക്ഷണമാണ്. എന്നാ ഞാൻ വിചാരിക്കുന്ന ആൾ അവൻ തന്നെ ആയിരിക്കും. വാ പോകാം. ആരാ? അകത്ത് വാ. എന്റെ പൊന്നി ചേട്ടാ, എന്റെ കാര്യം വലിയ കഷ്ടമാ. ഞാനിപ്പോ വഴിയാധാരമായി. ചേട്ടൻ ഒരുത്തനായതിന് കാരണക്കാരൻ. നിന്റെ മുതലാളി ഇപ്പൊ പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. നീ അല്ലേ പറഞ്ഞ ഒരാഴ്ച കാണുള്ളൂ. എനിക്കറിയാം ആ കള്ളക്കിളവന് ഇങ്ങനൊരു ബുദ്ധി തോന്നുന്നു. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഓഹോ, സംഗതി കുഴഞ്ഞോ? ആ തേങ്ങയുടെയും കള്ളക്കിളവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് അച്ഛൻ ചത്തു എന്നും പറഞ്ഞ് കുറച്ച് കാശും വാങ്ങി ഞാനിങ്ങ് ഇറങ്ങി. അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞില്ല. അച്ഛൻ ചത്തത് വാസ്തവമാണ്. പക്ഷെ അത് 15 വർഷത്തിന് മുമ്പാ. ഏതായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും തീരുമാനിക്കണം. ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങ തീരുമാനിച്ചു കഴിഞ്ഞു. അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുക. അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട, എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും. ഞാനേ ഒരു എഴുത്ത് തരാം, നീ അത് മല്ലികയ്ക്ക് കൊണ്ട് കൊടുക്കണം. ആരും അറിയാമോ? ചേട്ടൻ ധൈര്യമായിട്ട് എഴുതണം. കൂടെ ഒരു 25 രൂപയും തരണം. എഴുത്ത് എത്തേണ്ട ഇടത്ത് ഞാൻ എത്തിക്കും. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. എന്നാ ശരി. പുതിയ റെക്കോർഡും വാങ്ങിച്ചോണ്ടിരുന്നിരുന്നു ആസ്വദിക്കുക. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.
തദരീ वातापि गणपतिं भजेऽहं वातापि गणपतिं भजेऽहं वाता എന്താ നിർത്തിയത്? തൊണ്ട ഒരു പിടുത്തം. ആ ഈ തൊണ്ടയ്ക്ക് ഈ ചുക്കും കുരുമുളകും കൂടെ. ആ ആ മതി, ഇതിന് ശരിയാവൂല. അപ്പൊ നാളെ വരില്ലേ? ആ അപ്പൊ എടുക്ക. ആ താ. ആ ആ ഇംഗ്ലീഷ് പാട്ട് അറിയാമോ? കൊള്ളാം, അറിയാമോ? പതുക്കെ പറ, പതുക്കെ പറ. അതല്ലേ എന്റെ സ്പെഷ്യാലിറ്റി. ഏ ഇപ്പൊ പറഞ്ഞോ? വേണ്ട 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 വേണ്ട, നാളെ പാടിയാ മതി. അഡ്വാൻസ് 100 രൂപ. നാളെ വരണേ. ഓ, ഇവിടെയാണോ താമസം? ആ ഐഡിയ മുമ്പേ നടക്ക്. പോരാ. എടാ ഹരി, എടാ കഥ തുറക്കാൻ, എടാ കഥ തുറക്കാനാ പറഞ്ഞത്. നീ തുറക്കുന്നതിനെ ചവിട്ടി പൊളിക്കണോ? എടാ, എന്നെ എടാ കഥ തുറക്കാനാ പറഞ്ഞത്. എടാ മാനം വരെ ജീവിക്കണോ? കഥ തുറക്ക്. എടാ കഥ തുറക്കാനാ പറഞ്ഞത്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കത്തിച്ചോണ്ട് ജീവിക്കാന്ന് വിചാരിച്ചോ? ഈ തേങ്ങ പോയപ്പോൾ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലടാ. നിന്റെ അച്ഛൻ രാമുണ്ണി വേറെയും പുരോഗമന രേവതിയും നാട്ടോട്ടിയെ കാന്തടിക്കണം. എടാ കഥ തുറക്ക്. എന്നെ പറ്റി ജീവിക്കാൻ വിചാരിച്ചല്ലേ? ആ മാനം വരെ ജീവിക്കും. എന്ത് ഇവിടെ ഒന്ന് വിളിക്കുക. ഇത് ഞാൻ പറ്റിയാ പിടിച്ചിറക്കണ പോലെ പിടിച്ചോണ്ട് വരടാ. വാടാ. ഇവിടെ വിളിച്ചിരിക്കാണല്ലടാ. പിടിച്ചെടുക്കണം. അയ്യോ എനിക്ക് അവളെ കെട്ടണ്ട. അയ്യോ എന്റെ അമ്മോ, എനിക്ക് അവളെ വേണ്ട. ഇടിക്കവന്റെ ഷേപ്പ് മാറ്റടാ. അവന്റെ അച്ഛനൊരു രാമുണ്ണി, അമ്മ ഒരു ഭൂലോകരമ്പ രേവതി. ആ കൊട് കൊട്. അയ്യോ ആള് മാറിപ്പോയി. നീയല്ലേ പറഞ്ഞേ അവനകത്തുണ്ട്? അതിപ്പോ ഞാനിപ്പോ ആ കേസുള്ള എന്നോട് പറഞ്ഞു. ഏത് കേച്ചു? വരടാ. കൊല്ലടാ, കൊല്ലി. പകുതി ജീവനാക്കിട്ട് പോകണ്ടേ, കൊല്ലി. അയ്യോ അയ്യോ.